ഇതാണ് നമ്മുടെ സ്റ്റഫ് കൂളിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് ചാർജറാണ്. Zeno 100 എന്ന് പറഞ്ഞൊരു സാധനം. 100 വാട്ട് ഡെസ്ക്ടോപ്പ് ചാർജിങ് സ്റ്റേഷൻ വിത്ത് ബിൽഡ് ഇൻ റിട്രാക്റ്റബിൾ ടൈപ്പ് സി കേബിൾ വരുന്നത്. നിങ്ങളൊരു എന്താ പറയുക, ഒരു 100 വാട്ടിൻ്റെ ഒരു ടൈപ്പ് സി ചാർജിങ് അഡാപ്റ്ററോ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ച് വയ്ക്കുക. ഡെസ്ക്ടോപ്പ് ചാർജറാണ്. നിങ്ങൾക്കൊരു ഇതിൽ നമുക്ക് ഇതും കൂടെ ബോക്സിൽ തന്നെ കാണുന്നുണ്ടായിരിക്കും. ഒരു ഇൻബിൽഡ് കേബിൾ വരുന്നുണ്ട് 65 വാട്ട് സപ്പോർട്ടുള്ള ടൈപ്പ് സി, വേറെ 2 ടൈപ്പ് സി പോർട്ടുണ്ട്, ഒരു ടൈപ്പ് എ പോർട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണത്. 3999 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റഫ് കൂളർ ഇന്ത്യൻ ബ്രാൻഡ് അറിയുന്നതായിരിക്കും. 6 മാസം അവർക്ക് വാറണ്ടി ഉള്ളൂ. അതാണ് ഏറ്റവും ബോറ് പരിപാടി. 100 വാട്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒരു പോർട്ടിൽ 100 വാട്ട് കിട്ടുന്നില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 65 വാട്ട് വരെയൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ 65 + 35 കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് 65 + 35 ഒന്നും കിട്ടിയില്ല. അത് വേറെ കാര്യം. പക്ഷേ 65 + 60 + ഒരു 25 ആ റേഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുമ്പോഴാണ് എന്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ, നമുക്ക് ഈ 100 വാട്ടിൻ്റെയൊക്കെ ചാർജർ നോക്കുമ്പോൾ ഗ്രീൻ്റെയും ബെൽക്കിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി പ്രൈസിലാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ അതിലാണ് ഒരു പശ കിട്ടുക. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 സാംസങ്ങിൻ്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 45 വാട്ടിൻ്റെ മാക്ബുക്ക് സംഭവമൊക്കെ ചാർജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെസ്ക്ടോപ്പ് ചാർജറാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് 100 വാട്ട്. പിന്നെ റിട്ടയർഡ് സെയിം സംഭവം തന്നെ. അതിൻ്റെ ബാക്കാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 4 ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ 2 ടൈപ്പ് സി പോർട്ട് അപ് ടു 100 വാട്ടാണ് ഈച്ച് പറയുന്നത്. വിത്ത് PD 3.1 PPS ചാർജിങ് ഉണ്ട്. ഫാസ്റ്റ് സൈമിൾട്ടേനിയസ് ചാർജിങ് ഫോർ മാക്ബുക്ക്, ലാപ്ബുക്ക്, അൾട്രാബുക്ക് എല്ലാം പറ്റും. ഐപാഡ്, ടാബ്ലറ്റ്. ബിൽഡ് ഇൻ റിട്രാക്റ്റബിൾ കേബിളാണ് 65 വാട്ടിൻ്റെ. 93 സെൻറ്റിമീറ്റർ ബിൽഡ് ഇൻ അത് കേബിൾ ലെങ്ത് പറഞ്ഞിരിക്കുന്നതാണ്. USB A പോർട്ട് വരുന്നത് 18 വാട്ടാണ് കേട്ടോ. ക്വിക്ക് ചാർജ് 3.0 ആണ് വരുന്നത്. പിന്നെ ടൈപ്പ് സി പോർട്ട് ഓൾറെഡി പറഞ്ഞു. LED ചാർജിങ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. BIS സർട്ടിഫൈഡ് ആണ്. BISൻ്റെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും. അതുപോലെ തന്നെ ഇത് വാറണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇത് വരെ ഒരു ജിഗാമാക്സ് എന്ന് പറഞ്ഞൊരു പവർ ബാങ്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ തരാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാണ്ട് റിപ്പയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. വാറണ്ടി കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 20% 30% പ്രൈസിൻ്റെ വൗച്ചർ തരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വേറെ പ്രൊഡക്റ്റ് വരെ വാങ്ങിക്കണം. അതൊരു ഊള പരിപാടിയായി പോയി. അതിനായിട്ടും ഭേദം സർവീസ് ചെയ്ത് തരുമായിരിക്കും. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ ജിഗാമാക്സ് ഞാൻ 2 ഉണ്ട്. ഓൾറെഡി മുമ്പ് നമ്മൾ ഇതിന് വീടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വേറെ ഒന്നുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. മറ്റത് വൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇവരെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പരിപാടിയാണിത്. സർവീസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ വൗച്ചർ 20% to 30% വരെ വൗച്ചർ തരാമെന്നൊക്കെ അവർ പറയണത്. അത് എവിടുത്തെ പോളിസിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ സാധനം നമ്മൾ അൺബോക്സ് ചെയ്തതിൻ്റെ കണ്ടൻറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട, ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എന്താ പറയുക, ഞാനിത് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളെന്താ വെച്ചാൽ അതുപോലെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഫോണുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലൊക്കെ നമ്മളിതിൻ്റെ സെയിൽ വീഡിയോ ഇടുക. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം, കണ്ടോ. ഇതാണ് ഡെസ്ക്ടോപ്പ് സ്റ്റഫ് കൂളിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഒരു ചെറിയൊരു വൈറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ മെയിൻ നമ്മുടെ പ്ലഗ് കുത്താനുള്ള പോർട്ടുണ്ട്. പിന്നെ പോർട്ടും സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ റിട്രാക്റ്റബിൾ കേബിൾ എന്ന് പറഞ്ഞുകൊണ്ടോ. ഇങ്ങനെ വലിച്ചു വിളിച്ചാൽ സ്റ്റക്കാവും. ഒന്നുകൂടി വലിച്ചു വിട്ടാൽ ഉള്ളിലേക്ക് പോയിക്കോളും കൊണ്ട്. മാഗ്നറ്റിക് ആണ് ഇവിടെ അറ്റാച്ച് ആയിക്കോളും കൊണ്ട്. പിന്നെ താഴെയായിട്ട് അതിൻ്റെ കുറച്ച് റബ്ബർ പാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാട്ടേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക്കാണ്, വൈറ്റാണ്. ചളിയാവും അങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കേബിൾ കിട്ടും. ഇതുപോലെ ഒരു അത്യാവശ്യം ഒരു 1 മീറ്റർ ലെങ്ത്ത് വരുന്ന 1.5 മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു കേബിൾ, ഡ്യുവൽ പിന്നായിട്ടുള്ളൊരു കേബിളാണ് കിട്ടുക. പിന്നെ എക്സ്ട്രാ നമുക്കൊരു ടൈപ്പ് സി ടു ടൈപ്പ് സി പോർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള സ്റ്റഫ് കൂൾ ബ്രാൻഡിങ് ആയിട്ടുള്ള. ഇത് പക്ഷേ ബ്രെഡൊന്നുമല്ല, അതിങ്ങനൊരു ഇത് തോന്നി. അപ്പോൾ ഞാൻ ഇത് എന്തായാലും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഇവരുടെ ഒരു പവർ ബാങ്ക് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചിട്ട്. അപ്പോൾ നമുക്കിതിൽ റിയൽ ആയിട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം വന്ന റിട്രാക്ടർ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാം. ടൈപ്പ് സി ഇല്ല, നമുക്ക് അതിൻ്റെ വോൾട്ടേജും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ടൈപ്പ് സി പോർട്ടിലാണ് കുത്തിയത്. ഒന്ന് വലിക്കാം.
അപ്പോൾ നമുക്ക് എത്ര വാട്ടിൽ ചാർജ് ആവുന്നുണ്ടെന്ന് നോക്കാം. എന്താ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 61.4 നമുക്ക് കാണുന്നുണ്ടോ വിചാരിക്കുന്നു. C2 പോർട്ട്, ഇതാണ് C2 പോർട്ട് കേട്ടോ. ചെയ്താണ് C1 ഇതാണ് കേട്ടോ. അപ്പോൾ 65 വാട്ട് ചാർജിങ് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാംസങ് ആയാലും നമുക്ക് ഫുൾ ചാർജിങ് കിട്ടും. അതുപോലെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പോൾ 2.0 കിട്ടുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ചാർജ് 2.0 തന്നെയല്ലേ കാണിച്ചത്. സൂപ്പർ ഫാസ്റ്റിംഗ് കാണിച്ചത്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് ഈ ഇൻബിൽഡ് കേബിളിൻ്റെ അത് മിക്ക സാധനത്തിനും അങ്ങനെ കുഴപ്പമുണ്ടെന്നുണ്ട്. സെപ്പറേറ്റ് നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇവർ തന്ന കേബിൾ തന്നെ കുത്തി നോക്കി നോക്കാം. നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 കാണിക്കണം നോക്കി നോക്കാം. ഇവിടെ കാണിക്കുന്നുണ്ടോ സൂപ്പർ ചാർജിങ് 2.0. അത് മിക്ക പവർ ബാങ്കിൽ ഇതുപോലെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻബിൽഡ് വരുന്ന കേബിളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ സെപ്പറേറ്റ് കുത്തിയിട്ട് വേറെ കേബിൾ ഉപയോഗിച്ച് കുത്തി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്കിതേപോലെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ തന്നെ കാരണം നമുക്കെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ലാപ്ടോപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിനും അല്ലെങ്കിൽ ഓരോ ചാർജർ വയ്ക്കണം. ഇതാകുമ്പോൾ നമുക്ക് 1, 2 അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈപ്പ് സി ചാർജിങ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് വാങ്ങിയത്. ഇതൊക്കെ വാങ്ങിക്കാൻ തരാറുണ്ട്, നമ്മൾ പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് ഇവരുടെ ഈ സാധനമാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്ത റിവ്യൂ കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ആയിട്ടുള്ളൊരു പവർ ബാങ്ക് കിട്ടുന്നില്ല. ഇന്ത്യൻ ബ്രാൻഡാണ്. ഇപ്പോൾ ആംബ്രാൻഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൺ ബെറ്ററാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും വാറണ്ടിയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് ക്വാളിറ്റി കൊള്ളാം, എനിക്ക് ഇവരുടെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൈസും കൂടുതലാണ്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്, അത് വേറെ കാര്യം. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ വാറണ്ടി എന്ന് വെച്ചാൽ 6 മാസം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ പ്രൊഡക്ട്സിലേക്ക് ഇവർക്ക് തന്നെ എന്ത് വിശ്വാസമില്ല എന്നുള്ള പറയുന്ന പോലത്തെ ഒരു വാറണ്ടി ആയിപ്പോയി. 6 മാസമൊക്കെ മിനിമം 1 കൊല്ലെങ്കിലും കൊടുക്കണ്ടേ. ഇതിപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി വന്നിട്ടുണ്ട് ഒരു 6 മാസം. അതിപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ സംഭവങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റഫ് കൂളിൻ്റെ സാധനം നോക്കാം കേട്ടോ. ഒരു ഡെസ്ക്ടോപ്പ് ചാർജർ എന്ന് വെച്ചാൽ ഇത് 4000 രൂപയുടെ താഴെ വരുന്ന, അപ്പോൾ 4000 രൂപയുടെ താഴേക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഡെസ്ക്ടോപ്പ് ചാർജറൊന്നും കിട്ടില്ല, അത് വേറെ കാര്യം. ആകെ കിട്ടുന്ന ആംബ്രേൻ്റെ, അത് നമ്മൾ തീരെ റെക്കമെൻഡ് ചെയ്ത് അതിന് വിലയുണ്ടെന്നുണ്ട് 4000 സംതിങ്. ആംബ്രേ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ആംബ്രേൻ കുറേ പ്രൊഡക്റ്റുകളുണ്ടായിരുന്നു, അതിൽ 95% സാധനങ്ങളും പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരും. 6 മാസം കഴിഞ്ഞാൽ അപ്പടിച്ച് പോകും. സർവീസും ഭയങ്കര മോശമാണ്. അതോടെ ഞാൻ നിർത്തി ആംബ്രേൻ വാങ്ങിക്കൽ. ഇതുപോലെ ചാർജേഴ്സും ഉണ്ടായിരുന്നു, പവർ ബാങ്ക്സും ഉണ്ടായിരുന്നു. ആകെ ആംബ്രേനിലുള്ള 5-6 പവർ ബാങ്ക് ഉണ്ടായിരുന്നു, അതിൽ ആകെ വർക്ക് ചെയ്യുന്നത് പോരാ. ബാക്കി ലേറ്റസ്റ്റ് വാങ്ങിച്ച സാധനം വരെ അടിച്ചു പോയി. അപ്പോൾ ഞാൻ ആംബ്രേൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. തനി ലോക്കൽ സാധനങ്ങൾ അവന്മാർ വിൽക്കുന്നു കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്തൊരു കാണാം, ബൈ.